സ്കൂൾ വാൻ മറിഞ്ഞ അപകടമുണ്ടായി 12 വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയെന്നതാണ് വിവരം. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ അമർനാഥ് ചേരുന്ന. അരുൺ, ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ, ഇപ്പോഴത്തെ വിവരങ്ങൾ. ആ വാനാണ് അപകടത്തിൽപ്പെടുന്നത്. ഒരു ഇറക്കമുള്ള ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ഈ വാൻ ഇറങ്ങി വരുമ്പോൾ മറ്റൊരു വാഹനത്തിനെ സൈഡ് കൊടുക്കുന്നത് വഴി അപകടത്തിൽപ്പെടുകയാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത്തരത്തിൽ നാട്ടുകാരുടെ ഊർജിതമായ രക്ഷാപ്രവർത്തനവും ഉണ്ടായി. 12 വിദ്യാർത്ഥികളാണ് ഈ വാനിൽ ഉണ്ടായിരുന്നത്. ഒപ്പം ഡ്രൈവറും. വിദ്യാർത്ഥികളെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിസാര പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ പോലീസ് എത്തി സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ട്. ആശുപത്രിയിലെത്തി സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല, നിസാര പരിക്കുകൾ മാത്രമാണ്. താഴ്ചയിലേക്ക് വാൻ മറിയുകയാണ് ഉണ്ടായിരിക്കുന്നത്. രതീഷ്, എത്ര കുട്ടികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു? നമുക്ക് ഈ നെഞ്ചൊരു ആന്തരാണല്ലോ എല്ലാവർക്കും ഈ സ്കൂൾ വാൻ മറിഞ്ഞ 12 കുട്ടികൾ തന്നെയാണ് രതീഷ് ഈ വാനിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു വാനാണ്, ജീപ്പ് മോഡലുള്ള ക്രൂയിസിന്റെ ഒരു വാനായിരുന്നു. 12 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 12 കുട്ടികളെയും എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് മാത്രമാണ് നിസാര പരിക്കുകളുണ്ടത്. ആർക്കും എന്തായാലും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതിൽ പ്രധാനമായത് നാട്ടുകാരുടെ ഊർജിതമായ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. VHM മൊറയൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്തായാലും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ വിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ട്. ശരി. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിലാണ് സ്കൂൾ വാൻ മറിഞ്ഞൊരു അപകടമുണ്ടായത്. 12 വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയെന്നത് വിവരം സ്ഥിരീകരിക്കപ്പെടുന്നു. അത്രയും കുട്ടികളെ ആ വാഹനത്തിലുണ്ടായിരുന്നുള്ളൂ. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പഴയ വാഹനമാണെങ്കിലും ഈ മോഡൽ വാഹനം, ജീപ്പ് പോലെയുള്ള ഈ മോഡൽ വാഹനം, അത് ബോഡിയൊക്കെ വലിയ ഉറപ്പുള്ള വാഹനമാണ്. അതും ഒരുപക്ഷേ അപകടത്തിൽ കുട്ടികൾക്ക് വലിയ ആപത്തുണ്ടാകാതെ സഹായിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.